ഹായ് ഫ്രണ്ട്സ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുങ്കാറ്റായി. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അതിക്രമങ്ങളെ പറ്റി പഠിക്കുവാനായി ഇടതുപക്ഷ ഗവൺമെന്റ് നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നേ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുങ്കാറ്റായി എന്ന്. പക്ഷെ ഞാൻ പറയും, ഇത് വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. വെറും 2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വാർത്താ പ്രാധാന്യം. അത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യവും തഥൈവ. നമ്പർ 1, ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് 3 വർഷം മുൻപാണ്. ഗവൺമെന്റ് ഒരു നടപടിയും എടുത്തില്ല. അപ്പോൾ ഗവൺമെന്റ് പറയാം, വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സ്റ്റേ ചെയ്തു. ശരിയാണ്. പക്ഷെ സ്റ്റേ ചെയ്തത് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ വിവരങ്ങൾ മൊഴി നൽകിയ സ്ത്രീകളുടെ ഭാവിയെ ബാധിക്കുമെന്നതിനാൽ വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്റ്റേ ചെയ്തു. പക്ഷേ അതിൽ ക്രിമിനൽ ഒഫൻസ് പലതുമുണ്ട്. എവിടെയൊക്കെ എപ്പോഴൊക്കെ ക്രിമിനൽ കുറ്റങ്ങൾ സംഭവിച്ചാലും വാദിഭാഗം എന്ന് പറയുന്നത്, പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് നടപടിയെടുക്കാം മുഖം നോക്കാതെ തന്നെ. അതിന് ഒരു റിപ്പോർട്ടും ബാധകമല്ല. അത് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കണ്ണടച്ചു, ഒരു നടപടിയും എടുത്തില്ല. കാരണം അതിൽ ആരോപിതരായിരിക്കുന്നത് പ്രമുഖരായ പ്രശസ്തരായ പല നടന്മാരുമാണ്. അവർക്കെതിരെ നടപടിയെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ആത്മാർത്ഥ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന വെളിപ്പെടുത്തലുകളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഏവർക്കും അറിവുള്ളതാണ്. പരസ്യമായ രഹസ്യം അത്ര തന്നെ. ഒന്നും വേണ്ട, ശ്രീമാൻ ടിനി ടോം വെളിപ്പെടുത്തുന്നുണ്ട്. സിനിമാ മേഖലയിലെ നടന്മാരുടെ ലഹരി ഉപയോഗം, അമിതമായ ലഹരി ഉപയോഗം മൂലം പല്ലുകൾ വരെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തൻ്റെ മക്കളെ ഒരിക്കലും ഈ മേഖലയിൽ കൊണ്ടുവരികയില്ല എന്ന് ശ്രീമാൻ ടിനി ടോം പരസ്യമായി പ്രസ്താവിച്ചാണ്. എത്രയോ നാളായി പ്രസ്താവിച്ചിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും വേണ്ട. നടിയെ ആക്രമിച്ച കേസ് കോടതിയിൽ വന്നപ്പോൾ അവർ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് തനിക്ക് ലഭിക്കാമായിരുന്ന പല അവസരങ്ങളും തൻ്റെ എതിർകക്ഷി നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രശ്നം. ഈ മേഖലയിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങാത്തവരെ ഭാവി തൊലച്ചു കളയും. ആ ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്, ഉൾഭയമുണ്ട്. അതുകൊണ്ട് സത്യം തുറന്നു പറയാൻ ഏവർക്കും ഭയമാണ്. അത് തന്നെയാണ് പ്രധാനമായ പ്രശ്നം. എന്തിന് നമ്മുടെ തിലകൻ ചേട്ടനെ, മലയാള സിനിമയുടെ തിലകൻ ചേട്ടനെ വിലക്കിയില്ലേ? ഉചിതമാണ്, സത്യമാണ്. അപ്പോൾ പിന്നെ അല്ലാത്തോട് കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ? നമുക്കറിയാം, യുവതലമുറയിലെ പല നടന്മാരും ലഹരി കടിമകളാണ്. കള്ളു പിടിച്ച് കഞ്ചാവ് വലിച്ച് നടക്കുന്ന യുവമാരൊക്കെ സ്ത്രീജനങ്ങളെ കണ്ട വെറുതെ വിടുവോ? ലഹരിക്ക് അടിമയായ ഒരാൾക്ക് അമ്മപെങ്ങന്മാരെ പോലും തിരിച്ചറിയാൻ പറ്റുകയില്ല. അത്ഭുതങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഏവർക്കും അറിവുള്ള കാര്യമാണ്. ഞാൻ പറയുന്നു, ഇത് ഇവിടെ നിൽക്കുന്ന കാര്യമല്ല. അല്പം കൂടി വിശാലമായി ചിന്തിച്ചാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ സുരക്ഷിതയാണോ? എന്റെ ചോദ്യം ഇതാണ്. ഇത് കേരളത്തിലെ മാത്രം സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയില് ഏതെങ്കിലും ഒരു സ്ത്രീ സുരക്ഷിതയാണോ? ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തന്റെ ജോലി സ്ഥലത്ത് സുരക്ഷിതയായി പോകാനും സുരക്ഷിതയായി മടങ്ങി വരാനും സാധിക്കുന്നുണ്ടോ? ഇല്ല. നിർഭയമായി ആവർത്തിക്കപ്പെടുന്നു. ഒരു ഉദാഹരണം എടുക്കുക. ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷണെതിരെ സമരം ചെയ്തു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അവരുടെ ഈ അടുത്ത ദിവസം ബംഗാളിൽ ഒരു വനിതാ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഡോക്ടർമാർ സമരത്തിലാണ്. എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചില്ല, സംഭവിക്കുകയുമില്ല. ഇതിങ്ങനെ തുടരുകയാണ്. സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ മാതാപിതാക്കന്മാർ തങ്ങളുടെ മകൾക്ക് ജോലി കിട്ടുന്ന അമേരിക്കയിലേക്കാണ് അവർ പറഞ്ഞയക്കും. പക്ഷേ മറ്റു സംസ്ഥാനത്തേക്കാണ് അവർ പറഞ്ഞയക്കുകയില്ല. അവർ സുരക്ഷിതയല്ല. ആ സംവിധാനത്തിന് മാറ്റം വരണം. ഇന്ത്യയിൽ എവിടെയും എല്ലായ്പ്പോഴും സുരക്ഷിതമായി ജോലിക്ക് പോകാനും സുരക്ഷിതമായി ജീവിക്കാനും എല്ലാ സ്ത്രീകൾക്കും കഴിയേണ്ടതാണ്. അതിനായൊരു മാറ്റം, അതിനായി സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൈകോർത്തുകൊണ്ട് നടപടി ഉണ്ടാകുമെങ്കിൽ അത് പ്രയോജനപ്രദമാണ്. അതല്ലാതെ ഇത്തരം റിപ്പോർട്ടുകളും അനന്തര നടപടികളും ഒക്കെ വെറും പ്രഹസനം മാത്രം.